അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഫ്ളൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിഭാഗങ്ങൾക്കുള്ള ഫിഖ് ലിറ്ററേച്ചറിൻ്റെ ഉസൂലുൽ ഫിഖ് വരുന്ന 4-ാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഭാഗവും കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അഥവാ ഹുക്കുമുൽ വദഈയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഹുക്കുമു തക്ലീഫി എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഹുക്കുമുൽ വദഈ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, വഹുവ ഖിത്താബു ശാരിഇ അൽ മുതഅല്ലിഖി ബി അഫ്ആലിൽ ഇബാദി ബിൽ വദഈ. തക്ലീഫിയും ഇതേ പ്രകാരം തന്നെയാണ്. ഷാരിൻ്റെ ഖിത്താബ്, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം തുടങ്ങിയ അങ്ങനത്തെയുള്ള ഖിത്താബുകൾ അത് അടിമകളുടെ അഥവാ മനുഷ്യന്മാരുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്നതാണ്. ബിൽ വദഈ അതിൻ്റെ വദഈ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. അതായത് സാധാരണയുള്ള തക്ലീഫിയും വദഈയും തമ്മിലുള്ള മാറ്റം താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവും. വഹിയ ലുമൂർ അല്ലത്തി വുദിഅത്തിൽ അഹ്കാമു തക്ലീഫി കസ്സബബി വശർത്തി. അതായത് അത് ചില കാര്യങ്ങളാണ്, അതിൽ അഹ്കാമുകൾ വെക്കപ്പെട്ടത്, തക്ലീഫിയായ അഹ്കാമുകൾ വെക്കപ്പെട്ടത് ഈ പറയുന്ന അവസ്ഥ അനുസരിച്ചാണ്. കസ്സബബി വശർത്തി, കാരണം പോലെ, ഷർത്ത് പോലെ ഒക്കെ. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഫസ്സക്കാത്തു ഹുക്മുൻ തക്ലീഫിയുൻ, നേരത്തെ പറഞ്ഞ സംഭവമായിരുന്നു. അടിമകളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്ന ഷാരീന്റെ ഖിത്താബ് ഏതുപോലെയാണ്? സക്കാത്ത് ഫോർ എക്സാമ്പിൾ, സക്കാത്ത് നിർബന്ധമായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും സക്കാത്ത് കൊടുത്തിരിക്കണം. പക്ഷെ അത് എല്ലാ അവസ്ഥയിലും കൊടുക്കണോ? വേണ്ട. അപ്പോൾ അവിടെയാണ് നമ്മൾ വദഈയായ ഹുക്മ് വരിക. അതെപ്പോഴാണ് വരിക? അത് പ്രത്യേകമായ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് തക്ലീഫിയായ ഹുക്മാണ്. പക്ഷെ അതിന് സമയമാകുന്നത് ചില പ്രത്യേകമായ അവസ്ഥകളിലാണ്. ആ സമയത്താണ് എന്താവുന്നത്? കൊടുക്കൽ നിർബന്ധമാവുന്നത്. അതാണ് ഇപ്പോൾ മുറൂറുൽ ആമി അലാ നിസ്വാബി സക്കാത്തി ഷർത്തുൻ ഫി ഇജാബി സക്കാത്തി. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഈ സക്കാത്തിന്റെ നിസ്വാബ് എത്തിയതിന്റെ ശേഷം ഓരോ സ്വർണ്ണമായാലും വെള്ളിയായാലും അല്ലെങ്കിൽ മറ്റു കറൻസിയുടെ സക്കാത്തായാലൊക്കെ അതിന് നിശ്ചിത വിഹിതം ഉണ്ടല്ലോ. ആ വിഹിതം എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു വർഷം അതേ രൂപത്തിൽ കുറവില്ലാതെ കടന്നു പോയാൽ അപ്പോഴാണ് സക്കാത്ത് എന്താവുന്നത്? നിർബന്ധമാകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹുക്മു തക്ലീഫാണ്. പക്ഷെ സക്കാത്ത് നിർബന്ധമാവുന്നതിന് ചില ഷർത്തുകളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ ഷർത്ത് സൗബ് എന്നൊക്കെ പറഞ്ഞത്. ആ ഷർത്തും സൗബും കൂടി മേളിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഈ വദഈയായ ഹുക്മ് വരുന്നത്. അഥവാ സക്കാത്ത് അവിടെ നിർബന്ധമാകുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ അത് പിന്നെ ഓരോ അവസ്ഥകളിലേക്ക്, സിറ്റുവേഷനുകളിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേകമായ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ് എന്താവുന്നത്? അത് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയായിട്ട് മാറുന്നത് എന്നർത്ഥം. ഇനി വദഈയായ ഹുക്മിന്റെ ഇനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് സബബ് തന്നെയാണ്. ഇപ്പൊ മുകളിൽ ഓൾറെഡി ചർച്ച ചെയ്തല്ലോ. പിന്നെ സബബും ഷർത്തും ഒക്കെയാണ് ഈ വദഈയായ ഹുക്മിൽ വരിക. അതിൽപ്പെട്ട ആയത്ത് സബബ് തന്നെയാണ്. വസ്ഫുൻ ലാഹിറുൻ മുൻളബിത്തുൻ ദല്ല ദലീലു അലാ കൗനിഹി മുഅറഫൻ ലിവുജൂദിൽ ഹുക്മി. അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ലാഹിറായ വസ്ഫാണ്, വളരെ കൃത്യമായ ഒരു ലാഹിറായ വസ്ഫാണ്. ദലീൽ ആ വസ്ഫിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഹുക്കം അവിടെ വുജൂദാണ് എന്നതിൻ്റെ മേലിൽ. ഉദാഹരണം പറയാം, അഖിമിസ്സലാത്ത ലിദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈലി എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ആയത്തിലാണ് 5 വക്ത് നിസ്കാരത്തിലേക്കുള്ള സൂചനയുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് സൂര്യൻ അതിൻ്റെ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നവരെ നിങ്ങൾ നിശ്ചിത സമയങ്ങൾ നിസ്കാരം നിർവഹിക്കുക. അപ്പോൾ അതിൽ 3ഓളം നിസ്കാരത്തെക്കുറിച്ചുള്ള സൂചനയാണ് അതിലുള്ളത്. അതിൽ തുടക്കം തന്നെ ഉള്ളത് ളുഹർ നിസ്കാരത്തിലേക്ക് സൂചനയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ളുഹർ നിസ്കാരം നിർബന്ധമാണ് എന്നതിൻ്റെ സബബാണ് ഏത്? സവാലു ശംസ്, അഥവാ സൂര്യൻ അതിൻ്റെ ഉച്ചയിൽ നിന്ന് തെറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ തക്ലീഫിയായ ഹുക്കുമാണ്. പക്ഷെ അതിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ളുഹർ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ അത് നിർബന്ധമാകുന്ന അവസ്ഥ എത്തുന്നത് ഈ സബബ് ഉണ്ടാകുമ്പോഴാണ്. സബബ് എന്താണ്? സൂര്യൻ അതിൻ്റെ ഉച്ചയിൽ തെറ്റുക എന്നുള്ളത്.
അപ്പോൾ ഈ പറയുന്നത് എന്താണ് സബബ് എന്ന് പറഞ്ഞാൽ ഒരു ലാഹിറായ വസ്ഫാണ്, ഇത് കൃത്യമായൊരു ലാഹിറായ വസ്ഫാണ്. ദലീൽ അറിയിക്കുന്നുണ്ട്, ഈ പറയുന്ന ഹുക്കുമ് വുജൂദിന് ആവുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ദലീലുണ്ട്. ദലീലാണ് ഇവിടുത്തെ അഖിമുസ്സലാത്ത് ലിദുലൂക്കി ഷംസി എന്ന് പറയുന്ന ആയത്ത്. അഥവാ ഓറുസ്കാരം നിർബന്ധമാവാൻ ഈ പറയുന്ന സബബ്, ഈ സബബ് സൂര്യൻ അതിൻ്റെ ഉച്ചയിൽ നിന്ന് തെറ്റുക എന്ന് പറയുന്ന സബബ് അനിവാര്യമാണ് എന്ന് അത് ആ ഹുക്കുമിൻ്റെ മേൽ ഇത് അറിയിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തുണ്ടാവും ഈ പറയുന്ന കാരണം. ഇപ്പൊ ഇവിടെ ഷംസി എന്ന് പറയുന്നിടത്ത് നിസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സബബായിട്ട് പറയുന്നത് ഈ പറയുന്ന ദലീലാണ്. അപ്പോ ഇത് തന്നെ ഈ പറയുന്ന സൗബ് തന്നെ ചിലപ്പോൾ എന്താവും മുക്കല്ലഫായ വ്യക്തിയുടെ കഴിവിൽപ്പെട്ട കാര്യമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ യാത്ര പോലെ, യാത്ര ഇപ്പോൾ ഒരു സബബാണ്. അപ്പോൾ അതാണ് കസഫരി സബബുൻ ലിൽ ഫിത്രി, നോമ്പ് ഒഴിവാക്കുന്നതിനുള്ള ഒരു സബബാണ് ഏത് യാത്ര. അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെക്ലീഫി എന്ന് പറയുമ്പോൾ ഇവിടെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് തെക്ലീഫിയ ഹുക്കുമാണ്. പക്ഷെ ആ നോമ്പ് നിർബന്ധമാകുന്നത് എല്ലാ അവസ്ഥയിലാണ് അല്ല. അതാണ് നേരത്തെ പറഞ്ഞത് വദഈയായ ഒരു ഹുക്കും അവിടെ ഉണ്ട്. അതെന്താണ്? നോമ്പ് ഒരു മുക്കല്ലഫ് യാത്ര പോവുകയാണെങ്കിൽ, ദീർഘയാത്രയൊക്കെ ആണെങ്കിൽ അവൻ എന്തുണ്ടാവും, തൽക്കാലം നോമ്പ് ഒഴിവാക്കാം. അപ്പൊ അവിടെ എന്താണ്, ഈ നോമ്പ് ഒഴിവാക്കാനുള്ള സബബാണ് ഏത് ഈ പറയുന്ന യാത്ര. അവിടെ യാത്ര ഇവിടെ ശരിക്കും എന്താണ് ഒരു സബബാണ്, വദഈയായ ഹുക്മ് വരുന്നതിനുള്ള ഒരു സംഗതിയാണ് ഇവിടെ എന്ത് ഈ പറയുന്ന സബബ് യാത്ര എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ മുക്കല്ലഫിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അവന് വേണമെങ്കിൽ അത് നിയന്ത്രിക്കാനും മറ്റൊക്കെ പറ്റുമെന്നർത്ഥം. മക്കത് യക്കൂൻ ബിഗൈരി മഖ്ദൂരിഹി, ചിലപ്പോ ഈ മുക്കല്ലഫായ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ലാത്ത സബബുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ സവാലു ഷംസ്. അപ്പോൾ സവാലു ഷംസ് ആണല്ലോ സൂര്യൻ ഉച്ചയിൽ നിന്ന് അതിനെ തെറ്റുക എന്നുള്ളതാണ് നമ്മൾ ദുഹർ നിസ്കാരത്തിനും അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സബബായിട്ടുള്ളത്. ദുഹർ നിസ്കരിക്കുക എന്ന സബബ് അതിന്റെ സമയമാവാനുള്ളതാണല്ലോ. അപ്പോൾ ഉച്ച തിരിയുക എന്നുള്ളതാണ് അതിന്റെ ഉച്ച സമയം എന്നുള്ളതാണല്ലോ അതിന്റെ സബബ്. അപ്പൊ ഈ സബബ് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. അതായത് അത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് സൂര്യന്റെ ചലനവും മറ്റുമൊക്കെ നിശ്ചയിക്കുന്നത്. ഈ സബബ് ഉണ്ടാകുന്നതിൽ മനുഷ്യന് പ്രത്യേകിച്ച് റോളില്ല എന്നർത്ഥം. നേരത്തെ പറഞ്ഞ യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റോളിൽപ്പെട്ടതാണ്. ഓനാണ് യാത്ര ഉണ്ടാക്കുന്നത്, ഓൻ തന്നെയാണ് ഈ സബബ് കൊണ്ടുവരുന്നത് അർത്ഥം. മനുഷ്യന്റെ കഴിവിൽപ്പെട്ട സബബുകളുണ്ട്, കഴിവിൽപ്പെടാത്ത സബബുകളുണ്ട് എന്നാണ് അതിന്റെ സാരം. അപ്പൊ സബബ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഹുക്കുമിന്റെ വദഈയായ ഹുക്കുമിന്റെ മറ്റൊരു ഘടകമാണ് ഇനി പറയുന്ന ഷർത്ത്. ഷർത്തിന് ഓൾറെഡി ഒരു ഉദാഹരണം മുകളിൽ പറഞ്ഞു. അതായത് സക്കാത്ത് നിർബന്ധമാകുന്നതിന് നിസാബ് പൂർത്തിയായതിന്റെ ശേഷം പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞ് കിടക്കുമ്പോൾ മാത്രമേ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നുള്ളൂ. അപ്പോ ഇവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് മുൻതബിത്തായിട്ട് ഉള്ള ഒരു ഹുക്മ, അതായത് കൃത്യമായി സക്കാത്ത് നിർബന്ധമാകുന്നത് ഈ പറയുന്ന അവസ്ഥ വരുമ്പോഴാണ്. അതാണ് നേരത്തെ പറഞ്ഞ വസ്ഫാണ്. വസ്ഫുൻ ലാഹിറുൻ മുൻതബിത്ത് എന്നൊക്കെ നേരത്തെ അവിടെ സബബിന് കാരണം പറഞ്ഞിരുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ആ സക്കാത്ത് നിർബന്ധം എപ്പോഴാണ്, ഈ നിസാബ് എത്തിയതിന്റെ ശേഷം പിന്നെയും ഒരു ഹൗല്, ഒരു വർഷം പൂർത്തിയായതിനു ശേഷമാണ്. അതുപോലെയുള്ള വേറെ ഷർത്ത് ഇനി പറയാൻ പോകുന്നത് ഹുവ മാകാന വസ്ഫൻ മുക്കമ്മിലൻ ലി മഷ്റൂത്തിഹി, ഏതിനെയാണോ നിബന്ധന വെക്കപ്പെടുന്നത് അതിനെ പൂർത്തിയാക്കുന്ന രൂപത്തിലുള്ള ഒരു വസ്ഫിനാണ് ഷർത്ത് എന്ന് പറയാം. കൽ വുളു, ഈ വുളു പോലെ. അപ്പോൾ വുളുവിന്റെ കാര്യം എടുത്തു വെക്കി. വുളു എന്ന് പറഞ്ഞാൽ വുളു ഷർത്താക്കപ്പെടുന്നത് എന്തിനാ? വുളുവിന്റെ മഷ്റൂത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നിസ്കാരം റെഡിയാവണമെങ്കിൽ വുളു വേണം. അപ്പോൾ നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഒരു വസ്ഫാണ് ഏത്? വുളു. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഒരു സിഫത്താണ് ഏത്? വുളു എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്താ യകൂനു ശർഈയൻ, ചിലപ്പോൾ അത് ശർഈയായ ഒരു ഷർത്താവാം. ഉദാഹരണം കസുത്രിൽ ഔറത്ത്, നിസ്കരിക്കുന്നതിന് വേണ്ട വേറെ ഷർത്താണ് എന്ത്? ഔറത്ത് മറക്കുക എന്നുള്ളത്. അത് ശർഈയായ ഷർത്താണ്. അതായത് ഷർത്തുൽ ലിസിഹത്തി സ്വലാത്തി, നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ പറയുന്ന ഷർത്ത് ഉണ്ടായിരിക്കണം. ഇനി ചിലപ്പോൾ ഈ ഷർത്ത് എന്താവാം? ജാലിയ ഷർത്തുകളാവാം. ജാലിയ ഷർത്ത് പറഞ്ഞാൽ എന്താ? ഇത് മുക്കല്ലഫ് തന്നെ വെക്കുന്ന ഷർത്താണ്. മറ്റേത് നമ്മൾ പറഞ്ഞല്ലോ ഷറഅ് അഥവാ ശാരിഅ തീരുമാനിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല നിയമമാക്കുന്ന ഷർത്താണ്. അതാണ് പറഞ്ഞത്, അള്ളാഹു ആണ് പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ എന്ത് വേണം? വുളു എടുക്കണം, ഔറത്ത് മറക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചവൻ പറഞ്ഞാണ്. മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഷർത്തുകളുണ്ട്. അതാണ് ഹുവല്ലദീ യശ്തരിതുഹു അൽ മുക്കല്ലഫു, മുക്കല്ലഫ് തന്നെ ഷർത്ത് വെക്കുന്ന ചില ഷർത്തുകൾ. യശ്തരിതു ഫീഹി അദമു മുഖാലഫത്തിഹി അഹ്കാമ ശർഈ, അവിടെ ഒരു നിബന്ധനയുണ്ട്.
ഈ ജഅലിയായ ഷർത്തുകൾ എപ്പോഴും ശറഇന്റെ ഹുക്കുമുകളോട് എതിരാവാൻ പാടില്ല. അതായത് ശരീഅത്ത് വെച്ച നിയമങ്ങൾക്കെതിരായ രൂപത്തിൽ ഒരു മുക്കല്ലഫ് ഷർത്ത് വെച്ചാൽ അത് പരിഗണനീയമല്ല. അല്ലാതെ ശരിയായ രൂപത്തിൽ ചില ഷർത്തുകൾ വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ഷർത്തുകൾ വെച്ചാൽ ആ ഷർത്തുകൾ പരിഗണനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട് എന്താ ഉള്ളത്? അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം ഇല്ലാ ഷർത്തൻ ഹറമ ഹലാലൻ വഅഹല്ല ഹറാമൻ. മുസ്ലിമീങ്ങൾ അവരുടെ ഷർത്തുകൾ പ്രകാരമാണ് ഏതൊഴിച്ച് ഹറാമിനെ ഹലാലാക്കുന്ന അല്ലെങ്കിൽ ഹലാലിനെ ഹറാമാക്കുന്ന ഷർത്തുകൾ ഒഴിച്ച്. അങ്ങനത്തെ ഷർത്തുകൾ പരിഗണനീയമല്ല. അല്ലാത്ത ഷർത്തുകൾ ചിലപ്പോൾ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതിന്റെ ഉദാഹരണം ഇവിടെ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, താഴെ പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ വേറൊരു ചർച്ച പറയുന്നത് എന്താണ് ഈ സബബും ഷർത്തും തമ്മിലുള്ള മാറ്റം. മുകളിൽ ഇപ്പോൾ സബബ് ആണ് പിന്നെ മദിയായ ഹുക്കുമിന്റെ ഒരു റുക്കിന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇനം എന്ന് പറഞ്ഞു. അതിന്റെ വേറൊരു സംഗതിയാണ് ഷർത്ത് എന്നും പറഞ്ഞു. ഇപ്പൊ രണ്ടും തമ്മിലുള്ള മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. മറുപടി അസബബു യൽസമു മിൻ അദമിഹി അൽ അദമു മിൻ വുജൂദിഹി അൽ വുജൂദു. ഈ സബബ് എന്ന് പറയുന്നത് ഈ സബബ് ഇല്ലാതിരുന്നാൽ ആ സംഗതി ഇല്ല, മസ്ബൂബായ കാര്യം ഇല്ല. അതും ഉണ്ടെങ്കിൽ മസ്ബൂബായ കാര്യം ഉണ്ട് താനും. അതുകൊണ്ടാണ് നമ്മൾ സബബിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഏതായിരുന്നു? ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ദുഹറിന്റെ. നമ്മൾ പറഞ്ഞു സൂര്യൻ അതിന്റെ ഉച്ചയിൽ നിന്ന് എന്ത് ചെയ്യുക, തെറ്റുക എന്നുള്ളത്. അപ്പോൾ അത് സബബാണ്. ഏത്? ദുഹർ നിസ്കാരത്തിന്റെ. അപ്പോ പിന്നെ ഈ സംഭവം സൂര്യൻ അതിന്റെ ഉച്ചയിൽ തെറ്റുക എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ ആ പിന്നെ ദുഹർ നിസ്കാരം എന്ന് പറയുന്ന സംഗതി ഇല്ല. അതുണ്ടെങ്കിൽ അതായത് ഉച്ചയിൽ നിന്ന് തെറ്റുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുമ്പോൾ ദുഹർ നിസ്കാരം ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ കാര്യം വരിക. അതാണ് സവാലു ഷംസി സബബുൽ വുജൂദി സ്വലാത്തുൽ ളുഹരി. സ്വലാത്തുൽ ളുഹറിന് സവാലു ഷംസ് എന്താകുന്ന പോലെ, സബബാകുന്ന പോലെ. അപ്പൊ ഷർത്ത് അങ്ങനല്ല. ഷർത്തു യൽസമു മിൻ അദമിഹി അൽ അദമു വലാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദു. ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ ഷർത്ത് ഇല്ലെങ്കിൽ മശ്റൂത്തായ സംഗതി ഇല്ല. പക്ഷേ ഷർത്ത് യൽസമു മിൻ അദമിഹി അൽ അദമു, ഷർത്ത് ഇല്ലെങ്കിൽ മശ്റൂത്തായ സംഗതി ഇല്ല. പക്ഷേ വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദ്, ഈ ഷർത്താക്കപ്പെട്ട കാര്യം ഇല്ല എങ്കിലും മശ്റൂത്തായ സംഗതി എന്താവാം, ഒന്നുകൂടി പറയാം. ഷർത്ത് യൽസമു മിൻ അദമിഹി, ഷർത്ത് ഇല്ല എന്നതുകൊണ്ട് ലാസിമാവും. എന്ത് ലാസിമാവും? അൽ അദമു, മശ്റൂത്തായ സംഗതി ഇല്ല എന്ന് ലാസിമാവും. ഉദാഹരണം പറഞ്ഞാൽ വുദു എടുക്കുക. അപ്പൊ നമ്മള് നിസ്കാരത്തിന് നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് ഏത്? ഈ പറയുന്ന പൂർണ്ണതയുടെ ഭാഗമായിട്ടുള്ള ഷർത്താണ് ഏത്? വുദു എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? വുദു ഇല്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ഇല്ല. അതാണ് എന്ത് പറഞ്ഞത്? ഷർത്ത് യൽസമു മിൻ അദമിഹി അൽ അദമു. ഷർത്തില്ല എങ്കിൽ മശ്റൂത്തായ കാര്യമില്ല, അത് ഇന്നില്ല, നിസ്കാരമില്ല. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ. അതേസമയം ഈ ഷർത്തായ കാര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മശ്റൂത്തായ കാര്യം ഉണ്ടാവണമെന്നില്ല. അതാണ് വലാ യൽസമു എന്ന് പറഞ്ഞത്. ഒരാൾ വുദു എടുത്തോളം നിസ്കാരം ഉണ്ടാവണമെന്നുണ്ടോ? നിസ്കാരം വേറെ നിർവഹിക്കണം. അതേസമയം വുദു ഇല്ലെങ്കിൽ നിസ്കാരമില്ല. വുദു എടുത്തുകൊണ്ട് നിസ്കാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. വുദു എടുത്തിട്ട് നിസ്കാരം വേറെ നിർവഹിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഷർത്തിന്റെ മാറ്റം. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഇനി വേറൊരു വിഷയം എന്താണ്? വേറൊരു വിഷയം മിസാലു ഷർത്തിൽ ജാലിയായ ഷർത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഷർത്തിന്റെ ഉദാഹരണം ഏതുപോലെയാണ്? കമാല ഉഷ്തർത്തത്തിൽ മർഅത്തു, ഇവിടെ മർഅത്തു എന്നാണ്. തഖ്ദീമ മുഅജ്ജലിൽ മഹരി കുല്ലിഹി. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിന് വേണമെങ്കിൽ അവന്റെ ഷർത്ത് എന്ത് ചെയ്യുക, നേരത്തെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളോട് വിരുദ്ധമാകാത്ത രൂപത്തിൽ അവന് വേണമെങ്കിൽ ഷർത്തുകൾ വെക്കാം, ഉപാധികൾ വെക്കാം. ഈ ഉദാഹരണം, ഒരു പെണ്ണ് എന്താവുന്ന പോലെ വിവാഹം കഴിക്കുന്ന സമയത്ത് തൻ്റെ പ്രതിശ്രുത വരനോട് പറഞ്ഞു, എനിക്ക് മഹർ എന്താവണം, പൂർണ്ണമായും നേരത്തെ തന്നെ കിട്ടിയിരിക്കണം. അതായത് മഹർ സമയത്ത് തന്നെ വിവാഹം കഴിയുന്ന ആ സമയത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായും കൊടുക്കണം നിർബന്ധമില്ല. വേണമെങ്കിൽ എന്താക്കിയാൽ മതി, ബന്ധിപ്പിക്കൽ അനുവദനീയമാണ്. പക്ഷെ ഒരു സ്ത്രീ അങ്ങനെ ഷർത്ത് വെച്ചാൽ അങ്ങനെ കൊടുത്തിരിക്കണം. അത് നേരത്തെ പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ്. മുസ്ലിമൂന അലാ ശുറൂത്തിഹിം എന്ന് പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ്. ഈ ഷർത്ത് ഇവിടെ എന്തില്ല, ഇവിടെ ഒരു പിന്നെ ഹറാമായ കാര്യത്തെ ഹലാലാക്കുന്നില്ല, ഹലാലായ കാര്യത്തെ ഹറാമാക്കുന്നില്ല. എന്ന് വെച്ചാൽ ശരീഅത്തിന്റെ നിയമങ്ങളോട് യോജിക്കുന്ന ഷർത്താണ്. അപ്പൊ അതിനെ നമ്മൾ പരിഗണിക്കും എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഓക്കെ, ഇനി നമ്മള് മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ പറയുന്ന എന്താ? മാനിയ. അതായത് മൂന്നാമത്തെ വദഈയായ ഹുക്കുമിന്റെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ മാനിയാണ്.
മാനി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കാണുന്നത് വെച്ചാൽ അസ്ലിയായിട്ട് ഒരു ഹുക്കും ഉണ്ടാവും. പക്ഷെ ആ ഹുക്കുമിന്റെ ചില അവസ്ഥകളിൽ അനുസരിച്ച് അതിന് ചെറിയ മാറ്റങ്ങൾ വരും. നമ്മൾ പറഞ്ഞ ഷർത്തും സബബും ഒക്കെ അങ്ങനെ ആയിരുന്നു. അതുപോലുള്ള മറ്റൊന്നാണ് മാനി. നിങ്ങൾ നോക്കൂ, മറത്തബ ഷാരി വല വുജൂദിഹി അദം വുജൂദിൽ ഹുക്മി. അത് ഷാരി അതിനെ തർത്തീബാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? അല വുജൂദിഹി, ഈ പറയുന്ന മാനി ഉണ്ടാകുന്നതിന്റെ മേൽ അദം വുജൂദിൽ ഹുക്മി, ഹുക്മി ഇല്ല എന്നുള്ളതാണ്. അതായത് മാനി അത് വുജൂദിഹി എന്ന മാനിയിലേക്ക് കിട്ടും. ഈ മാനി ഉണ്ടാകലോട് കൂടെ തന്നെ എന്താവും? അതും വുജൂദിൽ ഹുക്മി, അവിടെ ഈ പറയുന്ന ഹുക്കം ഉണ്ടാവില്ല എന്ന് വരാം. ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ ഹൈദ് പോലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഒരു ഹുക്കുമാണല്ലോ, ശരിയാണ്. അതാണ് കോമൺ ആയിട്ട് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന നിയമം. പക്ഷെ ആ നിയമത്തിന് ഒരു വധയ വരുമ്പോൾ, അത് പ്രത്യേകമായ അവസ്ഥ വരുമ്പോൾ അത് നിർബന്ധമല്ലാതാവുന്നു. ഉദാഹരണം ഇതുപോലെ ഹൈദ് പോലെ, ഹൈദ് വരലോടുകൂടി നിസ്കാരം നിർബന്ധമല്ല, നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ എന്താ? നിസ്കാരത്തിന് മാനിയാണ്. അതാണ് പറഞ്ഞത് എന്ത്? ഈ മാനി ഉണ്ടാകലോട് കൂടെ ഇവിടെ ഹുക്കുമിന്റെ വുജൂദ് എന്താവുന്നു? ഇല്ലാതാകുന്നു. പറഞ്ഞു മനസ്സിലായല്ലോ? അതാണ് ഏത്? മാനി. ഒക്കെ അത് യംനഉൽ ഹുക്മ, ചിലപ്പോ എന്തുണ്ടാവും? ഹുക്കുമിനെ തന്നെ എന്ത് ചെയ്യും? ഈ മാനി മന്നു ചെയ്യും. ഉദാഹരണം പറഞ്ഞ ഉദാഹരണം ഇതുപോലെ ഓക്കെ, ഏതുപോലെ ഒക്കെ യംനഉൽ ഹുക്മ, ഹുക്മിനെ തന്നെ എന്ത് ചെയ്യും? മന്നു ചെയ്യും. കൽ ഖത്ലിൽ അംദി, മനഃപൂർവ്വമുള്ള കൊലപാതകം പോലെ. അല്ലദീ യംനഉ മിനൽ ഇർസി, അത് ഇർസിനെ തൊട്ട് എന്ത് ചെയ്യുന്നു? മന്നു ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്കുള്ളതാണ്. പക്ഷെ ഇവിടെ അനന്തരാവകാശം തടയപ്പെടും. എന്ത്? ഒരാൾ മനഃപൂർവ്വം മറ്റൊരാളെ കൊലപ്പെടുത്തി, പിതാവിനെ മകൻ കൊലപ്പെടുത്തി, മനഃപൂർവ്വം കൊലപ്പെടുത്തി. അതുകൊണ്ട് പിതാവിന്റെ അനന്തരം മകൻ ലഭിക്കുമോ? ലഭിക്കൂല. കാരണം എന്താ? സാധാരണ പിതാവിന്റെ അനന്തരം മക്കൾക്ക് ലഭിക്കണമെന്നാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകമായ ഒരു സാഹചര്യം അതില്ലാതെ, അത് ഏതാണ്ട് മനഃപൂർവമായ കൊലപാതകം. അപ്പൊ അതെന്ത് ചെയ്തു? അതൊരു മാനിയാണ്. മനഃപൂർവമായ കൊലപാതകം ഇവിടെ ഒരു മാനിയാണ്. അത് യംനഉ സബബൽ ഹുക്മി, ചിലപ്പോൾ ഒരു ഹുക്മിന്റെ സബബിനെയാണ് ഈ പറയുന്ന മാനിയെ തടയുക. ഇതുപോലെ കദ്ദൈനി, ദൈന് പോലെ. യംന വുജൂദ നിസാബ് സക്കാത്തി, അത് സക്കാത്തിന്റെ നിസാബിന്റെ വുജൂദിനെ എന്ത് ചെയ്യുന്നു? മന്ന ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ത്? പിന്നെ സക്കാത്ത് എന്ന് പറഞ്ഞത് അസ്ലിയായിട്ട് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യം. പക്ഷെ അവിടെ ഒരു സബബുണ്ട്. ആ സബബ് ഏതായിരുന്നു? പിന്നെ നേരത്തെ പറഞ്ഞ സംഗതിയായിരുന്നു. അഥവാ നമ്മൾ നിസ്വാബ് എത്തിയതിന്റെ ശേഷം ഒരു കൊല്ലം പൂർത്തിയായി കടക്കുക എന്നുള്ളതാണ് സബബ്. ആ സബബിനെ മന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്? ഇവിടെ കടം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് എന്തുണ്ട്? സാധാരണ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്, എന്നാൽ പോലും സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഗാരിമീങ്ങളെ, കടക്കാരെ എണ്ണാറുള്ളത്. അപ്പൊ കടമുള്ള ആൾക്ക് ഈ പറയുന്ന നിസ്വാബ് എത്തിയാൽ പോലും അതെന്ത് ചെയ്യുന്നു? അതിനെ മന്നു ചെയ്യുന്ന ഒരു കാര്യമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? ഈ ഹുക്കുമിന്റെ സബബിനെയാണ് മന്നു ചെയ്യുന്നത്. സബബാണ് ഏത്? ഒരു കൊല്ലം പൂർത്തിയാവുക, നിസാബത്തേനെ ഒരു കൊല്ലം പൂർത്തിയാവുക, അതിനെ മന്നു ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു കൊല്ലം പൂർത്തിയായിട്ടും കാര്യമില്ല കട ഉണ്ടെങ്കിൽ എന്നർത്ഥം. അപ്പൊ അതാ ഈ സബബിന്റെ ഹുക്കുമിന്റെ സബബിനെയാണ് ഇവിടെ എന്താകുന്നത്? മന്നു ചെയ്യുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇതൊരു പിന്നെ കുറെ ടേംസുകളൊക്കെ വരുന്ന സംഗതി ആയതുകൊണ്ട് മനസ്സിലാകാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. എന്നാലും കാര്യം വ്യക്തമായിരിക്കും എന്ന് കരുതുന്നു. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹുക്കുമിന്റെ സബബിനെയാണ് മന്നു ചെയ്യുന്നത് എന്നർത്ഥം. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ എന്താ പറഞ്ഞത്? അത് അസ്വിഹത്ത് വൽ ബുത്തുലാനും, നാലാമത്തെ ഒരു കാര്യം പറയുന്നത് വദഈയായ അഹ്കാമുകളുടെ നാലാമത്തെ ഒരു കാര്യം സിഹത്തും ബുത്തുലാനുമാണ്. സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുവാഫഖത്തു അംരി ശാരിഇ വൽ ബുത്തുലാനു അദമു മുവാഫഖത്തി അംരി ശാരിഇ. അതായത് ഒരു ശാരിന്റെ കൽപ്പനയോട് യോജിക്കുന്നതിനാണ് സിഹത്ത് എന്ന് പറയാം. ഉദാഹരണം, ഷാരി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ വെച്ചു, നിസ്കാരം ഇങ്ങനെയൊക്കെ ആടും, ഒരുപാട് നിബന്ധനകൾ പറഞ്ഞു. ഉദു വേണം, കിബിലക്ക് മുന്നിടണം, അവരത്ത് മറക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. ഇതെല്ലാം യോജിച്ചു വന്നാൽ ആ നിസ്കാരം ശരിയാവും. അതാണ് സിഹത്ത് എന്ന് പറയാം. ഇതിനോട് യോജിക്കുന്നില്ലെങ്കിൽ അതിന് ബുത്തലാൻ എന്ന് പറയുന്നു. എന്താണ്? ആ ഷാരിന്റെ അമ്പനോട് യോജിക്കാത്തതിന് ബുത്തലാൻ എന്ന് പറയുന്നു. നിസ്കാരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരാൾ വുദു എടുക്കാതെ നിസ്കരിക്കുന്നു, നിസ്കാരം ബാത്തിലാണ്. കാരണം എന്താ? ഷാരിന്റെ കൽപ്പനയോട് യോജിക്കുന്നില്ല. യുറാദു ബിഹി അദമു തറത്തുബി ആസാരിൽ അമലി ഫിദ്ദുന്യ വൽ ആഖിറ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ്? ഈ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഈ കർമ്മത്തിന്റെ ആസാറുകൾ തറത്തുപാകുന്നില്ല ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും തറത്തുപാകുന്നില്ല, ആഖിറത്തും തറത്തുപാകുന്നില്ല. എന്ന് വെച്ചാൽ അതിന് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത്തരം നിസ്കാരങ്ങൾക്ക് ബാത്തിലായ രൂപത്തിലാണ്
അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇവിടുത്തെ ദുന്യാവിൽ തന്നെ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള വകുപ്പിലാണ് പെടുത്തുക. അപ്പൊ അതനുസരിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവന് ചെയ്യാവുന്ന ശിക്ഷകളൊക്കെ അവന് കിട്ടും. ആഖിറത്തിലും തദൈവ, ആഖിറത്തിലും അവന് കുറ്റവാളിയായിരിക്കും. അപ്പൊ ബാത്തിലായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. ദുന്യാവിലും ആഖിറത്തിലും അതിന്റെ ആ കർമ്മത്തിന്റെ ആധാറുകൾ എന്താകുന്നില്ല, തരത്തുപാകുന്നില്ല. അതാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്. അൻതകൂന ഷുറൂത്തു സ്വലാത്തി ഗൈറു മുസ്തഫാത്തിൻ, നിസ്കാരത്തിന്റെ ഷുറൂത്തുകൾ എന്താവാത്ത പോലെ, മേളിക്കാത്തത് പോലെ. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. വുളു എടുക്കാതെ ഒരാൾ നിസ്കരിച്ചു, ആ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരം ബാത്തിലാണെന്നുള്ളത് കാരണം ഷാരിന്റെ പറഞ്ഞ കൽപ്പനകളോട് യോജിക്കുന്നില്ല. അപ്പോൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും, അവന് വേണ്ട ശിക്ഷകൾ എന്ത് ചെയ്യും, യുഖ്തലു കാഫിറൻ എന്നാണ് കിതാബുകൾ പറയാറുള്ളത്. അവൻ എന്ത് ചെയ്യും, കാഫിറായ രൂപത്തിൽ, നിഷേധിച്ച രൂപത്തിലാണ് എങ്കിൽ, അഥവാ നിസ്കാരത്തെ നിഷേധിക്കുന്നില്ല, പക്ഷെ അവന് മടി കൊണ്ടോ മറ്റൊക്കെ ഒഴിവാക്കിയതാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, ശിക്ഷ എന്നാൽ കൊല്ലപ്പെടും, പക്ഷെ മുസ്ലിം എന്ന രൂപത്തിലാണ് അവന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ ഇസ്ലാമിക രാജ്യത്തിൽ എല്ലാ നിസ്കരിക്കാത്തവനുണ്ടാവുന്ന എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാവും, ആഖിറത്തിലും തദൈവ. ഇതാണ് അവന്റെ പ്രശ്നം ഉണ്ടാവാൻ. പറഞ്ഞു മനസ്സിലായല്ലോ. ഇനി ഒരു വേറെ ചർച്ച, യഖ്തലിഫുൽ ഫസാദു അനിൽ ബുത്തുലാനി, അഥവാ ഈ ഫസാദും ബാത്തിലും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് അടുത്ത ചർച്ച. ബാത്തിൽ എന്താണെന്ന് പറഞ്ഞു, ഷാരിന്റെ നിയമത്തോട് യോജിക്കാതെ വരുന്ന കർമ്മങ്ങൾക്കാണ് നമ്മൾ ബാത്തിൽ എന്ന് പറയാം. അപ്പൊ ഫസാദും ഏതാണ്ട് അതുപോലുള്ള ഒരു ടേമാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അൽ ബുത്തുലാനു മംനൂഉൻ അസ്ലൻ, ബുത്തുലാൻ എന്ന് പറഞ്ഞാൽ അസ്ലിൽ തന്നെ, അടിസ്ഥാനപരമായി തന്നെ വിലക്കപ്പെട്ട കാര്യമായിരിക്കും. അൽ ഫസാദു ഇംതനഅ ലിവസ്ഫിൻ ഇഖ്തറന ബിഹി, ഫസാദ് എന്ന് പറഞ്ഞാൽ അസ്ലിൽ അത് ശരിയാണ്, പക്ഷെ അതിനോട് ചേർന്ന ഒരു പ്രത്യേകമായ വിശേഷണം കാരണം, ഇഖ്തറന ബിഹി അതിനോട് ചേർന്ന ഒരു പ്രത്യേകമായ വിശേഷണം കാരണത്താൽ വിലക്കപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണം പറയാ, എൽ ബൈ ഫി വക്തി നിദായി, നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ത് പാടില്ല, കച്ചവടം പാടില്ല എന്ന്. കച്ചവടം ശരിക്കും അടിസ്ഥാനപരമായി അത് ഹലാലാണല്ലോ, അസുൽ മംനു അല്ല. പിന്നെ അടിസ്ഥാനപരമായി ഇത് ശരിയായ സംഗതിയാണ് കച്ചവടം. പക്ഷെ അതെന്തായി, ഈ പ്രത്യേകമായ വസ്ഫാട് വന്നു ചേർന്നു. ഏത് വസ്ഫ വന്നു ചേർന്ന്? അത് നിദായിന്റെ സമയത്ത്, അഥവാ വെള്ളിയാഴ്ച ബാങ്ക് വിളിയുടെ സമയത്ത് കച്ചവടം ചേർന്ന് വന്നാൽ അപ്പൊ അത് പാടില്ല. അപ്പൊ അത് പ്രത്യേകമായ ഒരു വിശേഷണം വന്നതുകൊണ്ട് മാത്രമാണ് എന്തായത്, അത് വിലക്കപ്പെട്ടത്. അപ്പൊ ഇതാണ് ഫസാദ്. അപ്പോ ബാങ്ക് വിളിയുടെ സമയത്ത് ഒരാൾ കച്ചവടം നടത്തിയാൽ ആ കച്ചവടം ബാത്തിലാണ് എന്നല്ല പറയേണ്ടത്, പിന്നെ കച്ചവടം ഫാസിദാണ് എന്നാണ് പറയേണ്ടത്. അതാണ്. അതുകൊണ്ടാണ് ലാക്കിൻ ഇതസവുറുൽ ഫസാദു വൽ ബുത്തുലാനു, ഈ ഫസാദും ബാത്തിലും ഒക്കെ എന്താണ് തസവുറാക്കപ്പെടുക, സങ്കല്പിക്കപ്പെടുക എവിടെയാണ്? ഫിൽ ബുയൂഇ, അത് കച്ചവടങ്ങളിലാണ്. ലാ ഫിൽ ഇബാദാത്തി, ഇബാദത്തുകളിലല്ല. ഇബാദത്തുകളിൽ ഈ പറയുന്ന സംഗതി സങ്കല്പിക്കാൻ പറ്റൂല. ലാ തക്കൂനില്ല സ്വഹിയത്തൻ ഔ ബാത്തില, കാര്യങ്ങൾ ഇബാദത്തുകളിൽ എപ്പോഴും സ്വഹീഹ് ബാത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോ നിസ്കാരത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് വുളു ഇല്ലാതെ നിസ്കരിച്ചു, ആ നിസ്കാരം എന്താണ്, ഇത് ബാത്തിലാണ്. അവിടെ പിന്നെ എന്തില്ല, അത് ഫാസിദ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ കച്ചവടത്തിൽ അങ്ങനെ ഉണ്ടാവും. കച്ചവടത്തിൽ ഫാസിദായ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആ സമയത്ത് ഒരാൾ ബാങ്ക് വിളിയുടെ സമയത്ത് ഒരാൾ കച്ചവടം നടത്തിയാൽ കച്ചവടം ഫാസിദാണ്, അവന് കുറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. കച്ചവടം ഫാസിദാണ്, പക്ഷെ ബാത്തിലല്ല. ബാത്തിലാണെന്ന് പറയാൻ പറ്റില്ല, കാരണം കച്ചവടം ഓൾറെഡി എന്താണ്, അത് ഹലാലാക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിന് ബാങ്ക് വിളിയുടെ സമയത്ത്, എന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ആ കച്ചവടം പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച. അപ്പൊ അന്ന് കച്ചവടം നടത്തിയാൽ ആ കച്ചവടം എന്താവുന്നില്ല, ഈ പുതിയ വിശേഷണം വന്നതുകൊണ്ട് മാത്രം കച്ചവടം എന്താവുന്നില്ല, ഫാസിദാവുന്നു, സ്വഹിയാകുന്നില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. അഞ്ചാമത്തെ ഒരു വദഈയായ ഹുക്മ് അസീമത്താണ്. അസീമത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഹിയ മാ ശുരിയ തശ്രിഅൻ ആമ്മൻ മുൽസമൻ, പിന്നെ കവുജൂബി സ്വലാത്തി, അതായത് ഒരു ശർഈയായ ദലീൽ കൊണ്ട് നിർബന്ധിക്കപ്പെടുന്ന പൊതുവായിട്ടുള്ള നിയമമാക്കപ്പെട്ട ഒരു സംഗതിക്കാണ് എന്ത് പറയുന്നത്, അസീമത്ത് എന്ന് പറയുന്നത്. അസീമത്ത് ഇതുപോലെ നിസ്കാരം നിർബന്ധമാണെന്ന പോലെ തന്നെ. അപ്പൊ സാധാരണ അസ്ലിയായിട്ട് ഒരു കാര്യം നിർബന്ധമാകുന്ന അതിനൊക്കെയാണ് ഇപ്പൊ അസീമത്ത് എന്ന് പറയാം. അസീമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റുഖ്സ, അതായത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാം. അപ്പൊ നിസ്കാരം നിർബന്ധമാണല്ലോ, പക്ഷെ ചില ഉദറുകൾ വരുമ്പോൾ അതിന് ചില പിന്നെ അതിന് ചില സംഗതികൾ ഉണ്ടാവും.
ഇതുപോലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജിഹാദ് നിർബന്ധമായ ഒരു കാര്യമാണ്. ജിഹാദ് തെർക്ക് ചെയ്യാൻ ചില പ്രത്യേകമായ റുഖ്സകൾ ചില സന്ദർഭങ്ങളിൽ വരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത് വരുന്നില്ല. ജിഹാദിന്റെ ഉദാഹരണം പോലെ. അപ്പൊ അങ്ങനെ ഒരു പൊതുവെ ജനറലി ശറഅാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഒരു സംഗതിക്കാണ് അസീമത്ത് എന്ന് പറയുന്നത്. നിസ്കാരം നിർബന്ധമായതുപോലെ ജിഹാദ് നിർബന്ധമാകുന്നത് പോലെ ഒക്കെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റുഖ്സ. റുഖ്സയിൽ എന്താ ഉണ്ടാവുന്നത്? അത് ഈ മാഷുരിയ തഖ്ഫീഫൻ ലിൽ അസീമത്തി, ഈ അസീമത്തിന് ഒരു ലഘൂകരണം എന്ന രൂപത്തിൽ ശറഅാക്കപ്പെട്ടതാണ്. അതായത് അതിനൊരു സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എഴുതിരിൻ സോഫ്റ്റ് ആക്കൽ എപ്പോഴാണ്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. മഅ ബഖായി ഹുക്മിൽ അസീമത്തി, അസീമത്തിന്റെ ഹുക്കുമ് ബാക്കിയാകലോട് കൂടെ. അതായത് ജിഹാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിഹാദ് നിർബന്ധം തന്നെ. പക്ഷെ ആ ജിഹാദിൽ നിന്ന് ചില ആളുകൾക്ക് പ്രത്യേക വിളവുണ്ടാവും. അതാണ് വിതർ എന്ന് പറഞ്ഞത്. ഉദാഹരണം ഇതിൽ കൊടുത്ത ഉദാഹരണം ഇപ്പോൾ ഇതുപോലെ കൽ ഫിത്റിൽ മുസാഫിരി, നോമ്പ് അസീമത്താണ്. അപ്പൊ നോമ്പ് നിർബന്ധമായ ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ബന്ധമാക്കപ്പെട്ട ഒരു ഹുക്കുമാണ്, ഒരു വദഈയായ ഹുക്കുമാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോമ്പ് തന്നെ അസീമത്താണ് ഇവിടെ. പക്ഷെ ഈ നോമ്പ് ചിലർക്ക് പ്രത്യേകമായ ഇളവുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇപ്പൊ മുസാഫിർ. ഒരു ദീർഘയാത്ര ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അവൻ തൽക്കാലം ആ നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഉദറാണ്. അപ്പൊ നമ്മളിവിടെ അസീമത്തിന് എന്ത് ചെയ്യുക, ഒന്നുകൂടി ലഘൂകരിക്കുകയാണ് ഉദറുള്ള കാരണത്താൽ. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താണ്, ഈ റുഖ്സയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? വലാബുദ്ദ ലഹാ മിൻ ദലീൽ, ഇതിനൊരു ദലീൽ അനിവാര്യമാണ്. ഇങ്ങനെ എപ്പോഴും ഈ പിന്നെ ഉദറുകൾ റുഖ്സകൾ വരുന്നിടത്ത് കഴിഞ്ഞാൽ ദലീൽ ഉണ്ടാവും. വലാ യുഖാസു അലയ്യ, പക്ഷെ ആ ദലീലിന്റെ മേലിൽ ഖിയാസാക്കാൻ പറ്റില്ല. അതായത് അവിടെ ഉദാഹരണം അവിടെ തന്നെ കൊടുത്തില്ല. അനാലിസ്റ്റ് ഇല്ലലൻ, അതൊരു ഇല്ലത്തല്ല. ഉദാഹരണം ഫൽ ഉമ്യു ഉദുറുൻ ലി തെർക്കിൽ ജിഹാദി ഇലാ ലി തെർക്കി സ്വലാത്ത്. അന്ധത എന്ന് പറയുന്നത്, ഉമ്യ എന്നല്ല അന്ധത. അന്ധത എന്ന് പറയുന്നത് ജിഹാദ് ഒഴിവാക്കാനുള്ള ഉദറാണ്. അപ്പോ ജിഹാദിന് അന്ധന്മാരായ ആളുകൾ പോകേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ ജിഹാദ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അസീമത്താണ്. പബ്ലിക്കലി ജനറലി എല്ലാവർക്കും നിർബന്ധമാക്കപ്പെട്ട ഒരു നിയമമാണ്, അസീമത്താണ്. പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾക്ക് ഉദറുണ്ട്. ആ ഉദറിൽപ്പെട്ടതാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പൊ അന്ധതയുള്ള ആളുകൾക്ക് യുദ്ധത്തിന് പോകേണ്ടതില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോ അന്ധതയുള്ള ആളുകൾക്ക് ജിഹാദിന് പോകണ്ട എന്നുള്ളതിന് എന്ത് വേണം? കൃത്യമായ ദലീൽ വേണം. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അന്ധതയുള്ള ആളുകൾക്ക് ജിഹാദിന് പോകേണ്ടതില്ല. പക്ഷെ ആ പോകേണ്ടതില്ല എന്ന് പറയുന്ന ദലീൽ വെച്ചിട്ട് അത് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഖിയാസാക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാ, നിസ്കാരം ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ അന്ധത ഉള്ളത് കൊണ്ട് അന്ധന്മാർ നിസ്കരിക്കേണ്ടെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അസീമത്തിന്റെ റുഖ്സയുടെ ഉദാഹരണം പറഞ്ഞിടത്ത് നിസ്കാരത്തെ ഞാൻ പറയാതിരുന്നത്. കാരണം നിസ്കാരം ഒരു നിലക്ക് ഒഴിവാക്കാനുള്ള വകുപ്പില്ല. പക്ഷെ ചില സംഗതികൾ, സൗമ്, ജിഹാദ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അത് ഉപേക്ഷിക്കാനുള്ള ഉതിറുകൾ വരുന്നുണ്ട്. അത് എൻ്റെ ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഈ ഉമ്മി എന്ന് പറയുന്ന കാരണം, അന്ധത എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ, ഇപ്പൊ വിതറാണല്ലോ ജിഹാദ് ഒഴിവാക്കാനുള്ളത്. ആ ഒരു തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നിസ്കാരം ഉപേക്ഷിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് വേറെ തന്നെ എന്താണ് റുഖ്സകൾ വരുന്നിടത്ത് അതിന് വേറെ തന്നെ ദലീൽ തന്നെ വരണം എന്നർത്ഥം. അപ്പോ നിസ്കരിക്കാൻ നിസ്കാരിക്കാൻ ഒരു സംഗതി ഒരാൾക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് ഒരു റുഖ്സ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ദലീൽ ഖുർആനിൽ വരണം. അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നിസ്കാരത്തിന് അങ്ങനെ വകുപ്പില്ല. അതേസമയം ജിഹാദിന് അങ്ങനെ വന്നിട്ടുണ്ട്. ജിഹാദ് ഉപേക്ഷിക്കാനുള്ള ഇതേ കാരണം, ഇപ്പൊ ഉമ്മി എന്ന് പറയുന്ന അന്ധത എന്ന് പറയുന്നത് ഇനി സൗമിന്റെ അവിടെ കൊണ്ടുവെക്കാൻ കഴിയില്ല. കാരണം സൗമ് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരനായ ആളുകൾക്ക് സൗമ് നിർബന്ധമില്ല. അപ്പൊ അതിന് പ്രത്യേകം ദലീലുണ്ട്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകം ദലീൽ വരണം. ആ വന്ന ദലീൽ മറ്റൊരുത്തേക്ക് വെച്ചെടുക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ സാരം. അതാണ് ഖിയാസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം ഖിയാസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഇല്ലത്ത് അഥവാ കാരണം ഒരേ കാരണമുള്ള ഒരുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഹുക്കുമ അപ്പുറത്തേക്കും വെച്ചെടുക്കുക. അതാണ് ഇപ്പൊ ഖിയാസ് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അന്ധത എന്ന് പറയുന്നത് പിന്നെ ഇതിനുള്ള തടസ്സം, ജിഹാദിനുള്ള തടസ്സമായപ്പോ ആ അന്ധത നല്ല നിസ്കാരം ഒഴിവാക്കാനുള്ള തടസ്സം കൂടി ആയിക്കൊണ്ടില്ല. അത് പാടില്ല, പറ്റൂല. വേറെ തന്നെ എന്താവണം, ആ ഉദറിന് വേറെ തന്നെ ആ റുഖ്സ വേണമെന്നുണ്ടെങ്കിൽ ആ റുഖ്സക്ക് വേറെ തന്നെ തെളിവായിട്ട് ഖുർആനിൽ വന്നിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇനി വഹുക്കുമുർ റുഖ്സത്തി ഹുവൽ ഇബാഹത്തു മുത്തലഖൻ വജവാസുൽ അമലി ബിഹാ ഫി മവാദിഇൽ ജവാസി. ഈ
റുഖ്സയുടെ ഹുക്മ് എന്ന് പറഞ്ഞാൽ ഹലാലാണ് എന്നുള്ളതാണ്. അതായത് റുഖ്സ നമുക്ക് എടുക്കാവോ വെച്ചാൽ എടുക്കാം. നേരത്തെ പറഞ്ഞ നോമ്പ് യാത്രക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് ഹലാലാണ്. മുത്തലക്കം നിലയ്ക്ക് നമുക്ക് എന്ത് പറയാം, അത് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷെ വജവാസുൽ അമലി ബിഹാ ഫിൽ മവാദിൽ ജവാസി, പക്ഷെ ഇത് അനുവദനീയമാവുക അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോ യാത്ര പോകുന്ന ഒരു ഹറാമായ രൂപത്തിലുള്ള യാത്രക്കാണ്, ഇപ്പൊ കൊള്ളയടിക്കാനാ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന റുഖ്സ എടുക്കാൻ പറ്റൂല, കാരണം അത് അനുവദിക്കപ്പെട്ട സ്ഥലമല്ല. അപ്പൊ റുഖ്സ അനുവദനീയമാകുന്നത് ആ പ്രവൃത്തിയും അനുവദനീയമാകുന്ന സ്ഥലങ്ങളിലാണ്. അപ്പൊ യാത്ര പോകുന്നവന് ഇപ്പൊ വ്യഭിചരിക്കാനാണ് പോകുന്നത്, ഫോർ എക്സാമ്പിൾ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റുഖ്സ എടുക്കാൻ പറ്റൂല. മനസ്സിലായല്ലോ, അതാണ് ഇപ്പൊ ഈ പറയുന്നത് സാർ. ഇനി റുഖ്സ രണ്ടായിട്ടുണ്ട്. റുഖ്സത്തുൻ ഫിഅലിൻ കഫീൽ മൻഹി അൻഹു ലിദ്ദറൂറത്തി അവിൽ ഹാജത്തി. ചിലപ്പോ റുഖ്സത്ത് ഫീല് ഒരു മൻഹിയായ ഫീല് പോലെ ഉള്ളതിനുള്ള റുഖ്സയായിരിക്കാം. അഥവാ വിലക്കപ്പെട്ട ഒരു ഫോർബിഡൻ ആയിട്ടുള്ള കാര്യം അത് ചെയ്യാൻ പറ്റുന്ന റുഖ്സ ഉണ്ടാവാം. അത് അത് ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണം, കമാഫി റുയത്തി ത്വബീബി അൽ ഔറത്തൽ മർഅത്തി, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഒരു ഡോക്ടർ ഒരു സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായ കാര്യമല്ല, വിലക്കപ്പെട്ടതാണ്. പക്ഷെ ഒരു ഡോക്ടർ അവിടെ ഒരു സ്ത്രീ ലേഡി ഡോക്ടർ ഇല്ല, പിന്നെ ചികിത്സിച്ചേ പറ്റൂ, ഒരു അനിവാര്യമായ ഘട്ടം വന്നാൽ അവിടെ ഒരു തൊബീബിന് എന്ത് ചെയ്യുക, അത് സിനയിലേക്കോ മറ്റോ ഒന്നും ചെന്ന് ചേർക്കുന്നില്ല എങ്കിൽ അവിടെ എന്തുണ്ടാവും, ഇങ്ങനെ ചികിത്സ ആവശ്യാർത്ഥം നോക്കുന്നതിന് എന്തില്ല, തെറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി നിങ്ങൾ, ഈ അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുക എന്ന് പറയുന്ന മൻഹിയായ കാര്യം, അത് അതിനൊരു റുഖ്സയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. കാരണം അതെന്തായിരുന്നു, ഇവിടെ ഹാജത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദറൂറത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. ഇതാണ് ഒന്ന്. വേറെ രൂപം എന്താണ്, പിന്നെ റുഖ്സത്തു തെർക്കിൻ, ഉപേക്ഷിക്കാൻ ഉള്ള റുഖ്സ. റുഖ്സത്തുൽ ഫിത്തുരി, ഒരു സംഗതി ഉപേക്ഷിക്കാനുള്ള റുഖ്സ. ഉദാഹരണം, നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് ഒഴിവാക്കാനുള്ള റുഖ്സ. ഈ റമളാനിൽ ലിൽ മരീദി, രോഗിക്ക്, തെർക്കിൽ ജുമാഅത്തി ലദവിൽ അഅ്ദാരി, പ്രത്യേകം എഴുതുറുകളുള്ള ആളുകൾക്ക് ജുമാ ഉപേക്ഷിക്കാനുള്ള ഇത്, പിന്നെ റുഖ്സ. ഇവിടൊക്കെ ഒരു സംഗതി നിർബന്ധമാക്കപ്പെട്ട, നേരത്തെ പറഞ്ഞ പോലുള്ള അസീമത്ത് ആയ ഒരു കാര്യത്തിന് ഉപേക്ഷിക്കാനുള്ള റുഖ്സ. ഇനി അർക്കാനുൽ ഹുക്മി, വേറെ വിഷയമാണ്. ഈ ഹുക്കുമിന്റെ അർക്കാനുകൾ ഏതെല്ലാമാണ്, ഏതെല്ലാം ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഹുക്കും ഉണ്ടാവുക. അതിലൊന്ന് ഹാക്കിമാണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ ഷറാണ്, അഥവാ അള്ളാഹു താല വെച്ച ശരിയായ ലോ ആണ് ഹാക്കിം. അല്ല അക്കുൽ, അവിടെ അക്കലിന് യാതൊരു സാധനമില്ല, അക്കലല്ല അത്. എന്നുവെച്ചാൽ യുക്തി കൊണ്ടല്ല ശരീഅത്തിന്റെ നിയമങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ആ ഹുക്കുമിന്റെ അർക്കാനുകൾപ്പെട്ട ഒന്ന് ഹാക്കിം, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമം എന്നുള്ളതാണ്. രണ്ടാമത് മഹ്കൂം അലൈഹി, ഏതൊന്നിന്റെ മേലിലാണോ വിധിക്കപ്പെടുക, ഈ ശരിയായ ലോ ആരുടെ മേലിലാണോ അപ്ലൈ ചെയ്യുക, അവരാണ് മഹ്കൂം അലൈഹി. അവഹും ജമീഉന്നാസ്, ഇത് മുഴുവൻ ജനങ്ങളുമാണ്, എല്ലാവർക്കും ആ സംഭവം ഉണ്ട്. ഷുറൂത്തു തക്ലീഫ്, തക്ലീഫിന്റെ ഷുറൂത്തുകൾ പ്രായപൂർത്തി എത്തുക, ബുദ്ധി ഉണ്ടാവുക, കഴിവുണ്ടാവുക എന്നൊക്കെയാണ്. അഥവാ അഹ്ലിയത്ത്, ഒരു സംഗതി ചെയ്യാനുള്ള അർഹത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് തക്ലീഫിന്റെ ഷുറൂത്ത് എന്ന് പറയുന്നത്. അഹ്ലിയത്ത് രണ്ടായിട്ടുണ്ട്. അഹ്ലിയത്തു അദാഇൻ, ഒരു കാര്യം നിർവഹിക്കാനുള്ള അഹ്ലിയത്ത്. കസ്വലാഹിയത്തിൽ ഇൻസാനി തഹമ്മുൽ മസ്ഊലിയ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, തൻ്റെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കാനുള്ള അത് പറ്റുന്നവനായിരിക്കുക എന്നുള്ളതാണ് അഹ്ലിയത്തു അദാ, നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥ. മറ്റേത് അഹ്ലിയത്ത് വുജൂബാണ്. അഹ്ലിയത്ത് വുജൂബ് പറഞ്ഞാൽ മാറ്റം കസ്വലാഹിയത്തിൻ യകൂന ലഹു ഔ അലൈഹി ഹുഖൂഖുൻ, അവനും എന്തുണ്ട്, പിന്നെ നിർബന്ധമാകാനുള്ള അഹ്ലിയത്ത് വുജൂബ് എന്ന് പറഞ്ഞാൽ സ്വലാഹിയത്തുൻ യകൂന ലഹു ഔ അലൈഹി ഹുഖൂഖുൻ, ഒരു സംഗതി ചെയ്യാൻ പറ്റേണ്ടതാണ്, അവന്റെ മേലിൽ സ്വലാഹിയത്ത് ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ അവന്റെ മേലിൽ ഇത് ബാധ്യതയുണ്ട്. പക്ഷെ എന്തില്ല അവിടെ ശരിക്കും, പിന്നെ വുജൂബിന് അവൻ അർഹനാണെങ്കിൽ പോലും ഇപ്പം ചെയ്താൽ ശരിയാവില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാല്, സ്വലാഹിയത്തുൽ ഇൻസാനി തഹമ്മുൽ മസൂലിയ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രായപൂർത്തിയും ബുദ്ധിയും തൻ്റെ ബുദ്ധിശുദ്ധിയൊക്കെയുള്ള ഒരാളെ നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ അഹ്ലിയത്തു അതാണ്. അഹ്ലിയത്ത് വുജൂബ് ഏതുപോലെ അറിയാം, ഒരാള് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവന്റെ ബുദ്ധിയെ ഇല്ലാതാക്കി കളഞ്ഞു. ഉദാഹരണം, ഒരാൾ കഞ്ചാവ് കഴിച്ചിട്ട് ബുദ്ധി ഇല്ലാതാക്കി കളഞ്ഞു. ഇയാൾ അഹ്ലിയത്ത് വുജൂബാണ്. അതായത് ഇയാളുടെ മേലിൽ ശരിക്കും ഇയാളുടെ അർഹത അയാളുടെ മേലിൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ആ അർഹത അയാൾ ഇല്ലാതാക്കി കളഞ്ഞതാണ്. എന്ന് വെച്ചാൽ നിസ്കാരം അയാളുടെ മേൽ നിർബന്ധമായിരുന്നു, പക്ഷെ അയാൾ ബുദ്ധിയെ നീക്കി കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു, നിസ്കരിക്കാത്തതിന് വലിയൊരു കുറ്റം ഉണ്ടാവും. ഇതാണ് അഹ്ലിയത്ത് വുജൂബ്. രണ്ട് തമ്മിലുള്ള മാറ്റം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അഹ്ലിയത്തു അദാ എന്ന് പറഞ്ഞാൽ
എല്ലാവരുടെ മേൽ നിർബന്ധമാണ്. അത് എല്ലാവർക്കും പ്രായപൂർത്തി ബുദ്ധിശുദ്ധിയൊക്കെ ഉള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. മറ്റേത് എന്താണ്? വലിയത്ത് ഉജുബന അയാൾക്ക് സ്വലാഹിയത്ത് അഥവാ ഈ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഇത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്തു? അവന്റെ മേലിൽ അത് കടമയും ഉണ്ട്. പക്ഷെ അത് തൽക്കാലം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലാത്തത് അവൻ തന്നെ ഉണ്ടാക്കിയ ചില കാരണങ്ങൾ കൊണ്ടാണ്. ഇനി പറയുന്നത് വാരിദുൽ അഹ്ലിയത്തി, അഹ്ലിയത്തിന് ഉള്ള ആരിദുകൾ, ചില തടസ്സങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതെന്താണ്? ഈ ഔസാഫുൻ തുത്രവു അലൽ ഇൻസാനി ഫതസ്ലുബുഹുൽ അഹ്ലിയത്തു, ചില പ്രത്യേകമായ വിശേഷണങ്ങളാണ്. അത് മനുഷ്യന്റെ മേലിൽ എന്ത് ചെയ്യും? ഇടപെടും. അപ്പോൾ എന്തുണ്ടാവും? അവന്റെ അർഹത എന്ത് ചെയ്യും? ഊരപ്പെടും. അല്ലെങ്കിൽ അതിന്റെ ചില അർഹത, പൂർണ്ണമായിട്ടല്ല, അർഹതയുടെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഊരപ്പെടും. അത് ഇതുപോലെയാണ് അവാറുൽ അഹ്ലിയത്തി. എന്താണ് ഉദാഹരണം? സമാവിയത്ത്, സമാവിയായതന്നെ, സമാവിയത്തിന് ഓട്ടോമാറ്റിക് നടക്കുന്നതായ ചില അവാരുതകൾ. കൽ ജുനൂനി, ഭ്രാന്ത്. ഭ്രാന്ത് തന്നെ ഇപ്പൊ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നു എന്നല്ല. ആ സമാവിയത്ത് എന്ന് വെച്ചാൽ സൃഷ്ടാവിന്റെ തീരുമാനം പോലെ ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടാവുന്നു. ഭ്രാന്തുണ്ടായ നിസ്കാരം ശരിയാവില്ല. അപ്പൊ ഇവിടെ എന്താണ്? പൂർണ്ണമായിട്ടും നിസ്കരിക്കേണ്ടവനാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള അർഹത എന്ന് പറയുന്നത് അയാളിൽ നിന്ന്, ആ മുക്കല്ലഫിൽ നിന്ന് ഊരപ്പെടുന്നു. നൗമ് വേറെ കാരണം, ഉറക്കം. ഉറക്കവും പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട ഒരു സംഗതി അല്ലല്ലോ. അറിയാതെ അവൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാല് ഉദ്ദേശിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടില്ല എങ്കിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താണ്? അറിയാതെ അവൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയാൽ അതുകൊണ്ട് എന്താണ്? അവൻ ഉറക്കത്തില് ഉറങ്ങുന്ന ഒരാളുടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഹുക്കുമുകൾ, തക്ലീഫ് ഇല്ലല്ലോ. അപ്പൊ അതെന്താണ്? സമാവിയായ ഒരു തടസ്സമാണ്, സമാവിയായ ഒരു ആരിതാണ്. മിൻ അസരിഹ തഖ്ഫീഫു അനിൽ മുക്കല്ലഫി, അതേ തുടർന്ന് എന്തുണ്ടാവും? മുക്കല്ലഫിന് പലപ്പോഴും എന്ത് പറയും, ഒന്നുകൂടി വിടുതി ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞ ഉദാഹരണം അതുപോലെയാണ്. അറിയാതെ ഉറക്കത്തിൽ അയാൾ എന്തെങ്കിലും മറ്റൊരാളെ കുറ്റം പറഞ്ഞു, അതിന് അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ല. കാരണം എന്താ? ഉറക്കത്തിൽ അയാളുടെ തക്ലീഫില്ല. അപ്പൊ അതെന്ത് ചെയ്യും? ശാരി വിട്ടുകൊടുക്കും. അതായത് അവന് കുറ്റമായി പരിഗണിക്കുക എന്നർത്ഥം. വേറെ ഒന്നാണ് മുക്തസഭ. മുക്തസഭ എന്നാൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ മറ്റു നിർബന്ധമാക്കപ്പെട്ട കടമകൾ ഉള്ള തടസ്സങ്ങൾ, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന തടസ്സങ്ങൾ. ഇതുപോലെ കസുക്കരി, ഒരാൾ എന്ത് ചെയ്തു? മിതമായി മദ്യപിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ലക്ക് കെട്ടവനാക്കി, അവനെ ലക്ക് കെട്ടവനാക്കി. അപ്പോൾ അവന് നിസ്കാര നിർബന്ധമല്ല. പക്ഷെ നിർബന്ധമല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവന്റെ അർഹത, നിസ്കരിക്കാനുള്ള അർഹതയെ അവൻ സ്വയം ഇല്ലാതാക്കിയതാണ്. അതാണ് മുക്തസവത്ത് എന്ന് പറയുന്നത്. അതുപോലെ അറിവില്ലായ്മ ഓന് വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ കേസേ ഉള്ളൂ. അപ്പോൾ വഹി അലാത്ത സുലഭ തഖ്ഫീഫി, അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ആളുകളോട് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ശരീരത്തിന്റെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഉദാഹരണം നേരത്തെ പറഞ്ഞു തന്നെ, ഒരാള് കഞ്ചാവ് കഴിച്ചിട്ടുണ്ട്, അവന്റെ ബുദ്ധി നീക്കി, അവൻ നിസ്കാരം നിർബന്ധമാവില്ല. പക്ഷെ അവൻ അതിന്റെ ശേഷം അതിന് ഉത്തരവാദിയാവും, നിസ്കാരം കളാ കൂട്ടേണ്ടി വരും, കുറ്റക്കാരനാവുകയും ചെയ്യും. അപ്പൊ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നർത്ഥം. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഹാക്കിമും മഹ്കൂം അലഹിയും പറഞ്ഞു. മറ്റൊരു ഹുക്കിനാണ് മഹ്കൂമു ഫീഹി. അതായത് ഹുക്കും ആരിലാണോ, ഏതൊന്നിലാണോ വിധിക്കപ്പെടുന്നതാണ് മഹ്കൂം ഫീഹി. വയ്യമാത്തു അല്ലഖു ബിഹി ഖിതാബു ഷാരി, ഷാരിന്റെ ഖിതാബ് ആരോടാണോ ബന്ധിക്കുന്നത് അതാണ് മഹ്കൂം ഫീഹി. തഹരീമിൽ മൈത്തത്തി, മൈത്തത്ത് ഹറാമാകുന്ന പോലെ. അപ്പൊ ഇവിടെ മൈത്തത്ത് എന്ന് പറയുന്ന ഒന്നിനോടാണ് ഈ ഹറാം ബന്ധിക്കുന്നത്. ശവത്തിനോടാണ് ഈ ഹറാം ബന്ധിക്കുന്നത്. അപ്പൊ ഈ ശവം എന്ന് പറഞ്ഞാൽ ശവത്തിനെ കുറിച്ചാണ് ഈ പറയുന്ന ഹുക്കുമുള്ളത്. അപ്പൊ ഈ ശവം എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്, അതിനെ സംബന്ധിച്ചാണ് ഈ വിധി, ഇസ്ലാമിക വിധി അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സംഗതിയുടെ മേലിലാണോ ഒരു വിധി അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ് മഹ്കൂമു ഫീഹി. ഇൻഷാ അല്ലാഹ് അതോടുകൂടി ക്ലാസ്സോടെ അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ പരമാവധി കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും. എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കുറേ ഭാഗം പരിശാമ്യം കവർ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.